ചമയം മാറാനല്ലൂർ ഇരട്ടക്കൊലക്കേസിൻ്റെ വിധി വന്നിട്ടുണ്ട്. ആ വിധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രതിക്ക് 25 വർഷം വരെ പരോളില്ല എന്നുള്ളതാണ് ആ വിധിയുടെ പ്രത്യേകത. അതായത് സന്തോഷ് സജീഷ് ഇങ്ങനെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത്. അരുൺ രാജാണ് പ്രതി. അപ്പം കോറി നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. എന്താണ് അതിൻ്റെ കൂടുതൽ ഈ വിധിന്യായത്തിലെയും ആ സംഭവത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വിധി പറഞ്ഞിരിക്കുന്ന മജിസ്ട്രേറ്റാണ് ഏറ്റവും വലിയ ഈ കേസിലെ പ്രത്യേകത. എം ബഷീർ അദ്ദേഹമാണ് ഈ കേസിൽ നമ്മുടെ ഗ്രീഷ്മയുടെ കേസിൽ വിധി പറഞ്ഞ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി എം ബഷീർ അദ്ദേഹമാണ് ഈ കേസിലും വിധി പറഞ്ഞിരിക്കുന്നത്. കടുത്ത ശിക്ഷയാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. പോലീസിന് പ്രത്യേകിച്ച് ഒരു പണി എടുക്കേണ്ടി വരാതെ ഇരുന്ന ഒരു ഇരട്ടക്കൊല കേസാണ് ഈ കേസ്. പ്രതി തന്നെ എല്ലാം സംഭാവന ചെയ്തു. ഈ കേസിൽ എല്ലാ കാര്യങ്ങളും സംഭാവന ചെയ്തത് പ്രതിയാണ്. കുറ്റകൃത്യത്തിന് കാരണം മോട്ടീവ്, കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം, കുറ്റകൃത്യം എങ്ങനെ നടപ്പാക്കി, അതിനുവേണ്ടി എത്ര സമയമെടുത്തു, അതായത് പോലീസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാ സാധനങ്ങളും പ്രതി തന്നെ കൊടുത്തു. ഈ പ്രതിയായിട്ടുള്ള അരുൺ രാജ് കൊടുക്കുകയായിരുന്നു. അരുൺ രാജിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതാഭിലാഷമായിരുന്നു ഈ പറയുന്ന സന്തോഷിനെ കൊലപ്പെടുത്തുക. ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമായി സന്തോഷിനെ കൊലപ്പെടുത്തുക എന്നത് മാറിക്കഴിഞ്ഞിരുന്നു. അതിതീവ്രമായിട്ടുള്ളൊരു പകയാണ് മാറാനല്ലൂർ ഇരട്ടക്കൊല കേസിൻ്റെ കാരണം. ഇത് ഉണ്ടാകുന്നത് മൂലക്കോണം കുക്കിരിപ്പാറയിൽ നിന്നാണ്. കുക്കിരിപ്പാറ എന്ന് പറയുന്ന മേഖല, ഇവിടെ ഖനനം, ഒരു മേഖലയിൽ ഖനനം നടക്കുന്നുണ്ട്. സ്ഫോടനം നടത്തി ബ്ലാസ്റ്റ് ഉണ്ടാക്കി പാറ പൊട്ടിച്ച് പാറ കൊണ്ടുപോകുന്ന രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. നേരത്തെയൊക്കെ ദീർഘകാലം മുമ്പ് ഈ ഒരു മേഖല, ഈ നെയ്യാറ്റിങ്കര ആ ഒരു മേഖല കോറി മാഫിയയുടെ പിടിയിൽ അമർന്നു പോയൊരു സ്ഥലമാണ്. നിരന്തരം കോറി മാഫിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അവിടുത്തെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവർക്കെതിരെ നിൽക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ വണ്ടി ടിപ്പർ ഉപയോഗിച്ച് തകർക്കൽ, ഭീഷണിപ്പെടുത്തൽ, അതുപോലെ തന്നെ ഏതെങ്കിലും പൊതുപ്രവർത്തകർ ഇവർക്കെതിരെ തിരിയുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ അവരുടെ വീടുകളിലെത്തി പണം കൊടുത്ത് അത് സെറ്റിൽ ചെയ്യാൻ നോക്കൽ, അങ്ങനെ സെറ്റിൽമെൻറ്റിന് തയ്യാറാകാത്തവരെ രാത്രി കാലങ്ങളിൽ അവരുടെ വീടുകൾ എറിഞ്ഞു തകർക്കൽ, ഇങ്ങനെയുള്ള കലാപരിപാടികൾ സ്ഥിരമായി അരങ്ങേറുന്ന ഒരു മേഖലയാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ റൂറൽ ഏരിയ. ഖനനത്തിന് പേര് കേട്ട കുപ്രസിദ്ധി ആർജ മേഖലകളാണ്. ഈ തിരുവനന്തപുരം സിറ്റി ഭരിക്കുവാൻ വേണ്ടി പലപ്പോഴും കടന്നു വന്നിട്ടുള്ള ഗുണ്ടാ സംഘങ്ങൾ, തിരുവനന്തപുരം തലസ്ഥാന നഗരി ഭരിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ഗുണ്ടാ സംഘങ്ങളുടെ ഒക്കെ തുടക്കം അന്വേഷിച്ചാൽ ഭൂരിഭാഗം പേരും പണമുണ്ടാക്കിയത് ഈ കോറി മാഫിയയുടെ ഒപ്പം നിന്നിട്ടാണ്. അതാരെ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ അതറിയാവുന്നതേ ഉള്ളൂ. ഒരുപാട് ക്രിമിനൽസിൻ്റെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗുണ്ടാ നേതാക്കന്മാരുടെ കഥകൾ തിരുവനന്തപുരം നഗരത്തെ ഭരിച്ച് മടങ്ങിപ്പോയ, ചിലർ കുഴിയിലേക്ക് പോയ ഗുണ്ടാ നേതാക്കൾ ധാരാളമുണ്ട്. ഗുണ്ടാ സംഘങ്ങളായി പ്രവർത്തിച്ചിരുന്ന ധാരാളം പേരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരിക്കൽ നമ്മളിവിടെ ഒരു കഥ പറഞ്ഞല്ലോ, ദീപുവിനെ കൊലപ്പെടുത്തിയ അമ്പിളി ഇതിൻ്റെ ഒരു കെയർടേക്കറായിരുന്നു, കോറികളുടെ ഒരു കെയർടേക്കറായിരുന്നു. അയാളെ കൂടെ നിർത്തുന്ന കോറികളൊക്കെ പ്രവർത്തിപ്പിക്കാൻ അയാൾ അനുവദിക്കുകയും അല്ലാത്ത കോറികൾ പൂട്ടിക്കുകയും ചെയ്ത ഒരാളാണ് അമ്പിളി. അങ്ങനെ അത്തരത്തിലൊരു കോറിയാണ് കുക്കിരിപ്പാറ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സന്തോഷിൻ്റെ കോറി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ലീഗലായിട്ട് നടത്തുവാൻ സാധിക്കില്ല. ഇതേത് സമയവും പൂട്ടുവീഴാൻ സാധ്യതയുള്ള ഒന്നാണ്. അങ്ങനെയാണ് അവരെ, ഈ കോറി എടുക്കുന്നവരെയും അവരും ആ രീതിയിലാണ് വിലയിരുത്താറുള്ളത്. ഖനനം എന്ന് പറയുന്നത് ഏത് സമയവും പൂട്ടുവീഴാം. ചിലപ്പോൾ ഇവർ ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അമിതമായിട്ടുള്ള അളവായിരിക്കാം. ജിയോളജി വകുപ്പൊക്കെ ഏത് സമയം കയറി വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇത്. അതുപോലെ തന്നെ പല പല ആളുകളുടെ പല വകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത് നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലീഗലായിട്ട് ഇത് നടത്തുമ്പോൾ അവരെ ഇത് ലീഗലായി നടത്താൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ അമിതമായിട്ടുള്ള ലാഭക്കൊതി. രണ്ട്, ഇവർ ധാരാളം പണം എറിഞ്ഞാൽ മാത്രമേ ഒരു കോറി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ ഇറക്കിയിരിക്കുന്ന നോംസ് അനുസരിച്ച് ഒരു കോറി നടത്താൻ ഇവർ ഇറങ്ങി തിരിച്ചാൽ അത് പ്രകാരം തന്നെ കോറി നടത്തണം എന്നുണ്ടെങ്കിൽ സാധിക്കില്ല. നമ്മുടെ ഈ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിനെ പോലെയാണ്. ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് എപ്പോഴും ഈ പറയുന്ന എഞ്ചിനീയർമാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും PWDക്കും ഒക്കെ കാശ് കൊടുത്തിട്ടാണ്, ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിൽ നിന്നും കാശ് എന്ത് ചെയ്യും, അടിച്ചു മാറ്റിയാൽ മാത്രമല്ല ഇവർക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ കോറി എപ്പോഴും ഇല്ലീഗലാണ്. ഏത് കോറി വേണമെങ്കിലും, ഞങ്ങൾ മാന്യമായി കോറി നടത്തിയ ആളാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ മാന്യത എന്തായിരുന്നു എന്നൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഇല്ലീഗൽ ആക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സന്തോഷിനെ പണ്ട് കാലം മുതലേ ഈ പറയുന്ന അരുൺ രാജിന് അറിയാം.
സന്തോഷിൻ്റെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. സന്തോഷ് ഈ പിന്നെ കോറി എടുക്കുന്നു, കോറി നടത്തുന്നു, വളർച്ച പെട്ടെന്നാണ്. ഈ അരുൺ രാജിന് അതിനോട് ഒരു എതിർപ്പ്, അതായത് പ്രകൃതി സ്നേഹമല്ല, അടിസ്ഥാനപരമായി മനസ്സിലൊരു ചെറിയൊരു പ്രശ്നം, അങ്ങനെയും പറയാം. അപ്പോൾ അരുൺ രാജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാനല്ലൂർ പോലീസിന് 2019 ഒരു പരാതി നൽകി. പിന്നെ രണ്ടാമത് ജില്ലാ ഭരണകൂടത്തിന് കൊറോണ സമയത്തിൻ്റെ 2020 അവസാന കാലഘട്ടത്തിൽ കുറച്ച് ഇതൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് വീണ്ടും പരാതി നൽകി. പിന്നെ നമ്മുടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പരാതി, അങ്ങനെ 3-4 പരാതി ഈ അരുൺ രാജ് നൽകുകയുണ്ടായി. ഈ പരാതികളെല്ലാം തന്നെ കൂടെ പരാതികൾ തുടർച്ചയായി ഇയാൾക്കെതിരെ എത്തുകയും സമീപവാസികളെ സംഘടിപ്പിക്കുവാൻ, അതായത് ഇതിൻ്റെ ഇത്ര മീറ്റർ അകലെ മാത്രമേ വീടുകൾ പാടുള്ളൂ എന്നൊരു ചട്ടം ഇക്കാര്യത്തിലുണ്ട്. വീടുകൾ ഇത്ര മീറ്റർ എന്നുള്ളവർ. അപ്പോൾ അത് നേരത്തെ 50 മീറ്റർ ആയിരുന്നു, പിന്നെ 100 മീറ്റർ, അങ്ങനെ പല കാലഘട്ടത്തിൽ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇയാൾ നിരന്തരം പരാതിയുമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. സന്തോഷിന് ഈ പറയുന്ന അരുൺ രാജ് ഒരു പൊതുശല്യമായി മാറി മെനക്കേടുണ്ടാക്കുക. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അയാളുടെ കോറിയുടെ പരിസരത്ത് ഇത് പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അരുൺ രാജ് ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ ആളുകളെ ഇളക്കി വിടാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇയാൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ അരുൺ രാജിനെ സന്തോഷ് ആക്രമിച്ചു. സന്തോഷ് ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അരുൺ രാജിന് മർദ്ദനമേറ്റു, കാര്യമായ മർദ്ദനം അരുൺ രാജിനേറ്റു. മർദ്ദനമേൽക്കുക എന്ന് പറയുന്നത് അരുൺ രാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണം കെട്ട ഒരവസ്ഥയിലുള്ള മർദ്ദനമായിരുന്നു അന്ന് ഏറ്റത്. മാത്രമല്ല അത് നാടാകെ പരന്നു ആ കഥ. ഈ ചിലർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് പക എന്ന് പറയുന്നൊരു സാധനം വളരെ വലുതായിരിക്കും. ഇയാളിത് മനസ്സിലിട്ട് കൊണ്ടു നടന്നു ദീർഘകാലം. ഈ സന്തോഷിനെ മർദ്ദിച്ച കൂട്ടത്തിലെ ഒരാളാണ് ഈ സജീഷ്. സന്തോഷല്ല, അരുൺ രാജിനെ മർദ്ദിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ പറയുന്ന സജീഷ്. ഞാൻ സന്തോഷം എന്ന് പറഞ്ഞു ക്ഷമിക്കണം, സജീഷ്. അപ്പോൾ ഈ സജീഷിനെയും സന്തോഷിനെയും ഒക്കെ ആയിട്ട് ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മർദ്ദനത്തിന് ശേഷം തൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്ന രീതിയിൽ അങ്ങോട്ട് ചെന്ന്, അതായത് തല്ല് കൊണ്ടതും തനിക്കാണ്, എന്നാൽ പിന്നെ ഈ പറയുന്ന തൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് അങ്ങോട്ട് പോയി അക്കോമഡേറ്റ് ചെയ്ത് ഇദ്ദേഹം ഇവരുമായിട്ട് വീണ്ടും കൂടി ഒരു പരിഹാരം, ഇവരുമായിട്ടൊരു എന്താ പറയുക, ഒരു രമ്യതയിൽ എത്തിച്ചു. ഇത് വലിയൊരു ചതിയാണ്, വലിയ ചതിയാണ് നടപ്പാക്കിയത്. സന്തോഷും ഇയാളെ വിശ്വസിച്ചു. കാര്യം സന്തോഷം വിചാരിച്ചു ഇവൻ അടി കൊണ്ടിട്ട് ഇവന് നിലനിൽക്കണം, നാട്ടിൽ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഒരു പിന്തുണയില്ലാതെ തങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കാം ഈ അരുൺ രാജ് തങ്ങളുടെ കൂടെ വന്നത് എന്ന് ഇയാൾ കരുതി. ഈ സന്തോഷും ഈ പറയുന്ന സജീഷുമൊക്കെ കരുതി. അങ്ങനെയാണ് ഒരു വിശേഷ ദിവസം ഇയാളെ വീട്ടിൽ ഒരു പാർട്ടിക്ക്, ഒരു മദ്യസൽക്കാരത്തിന് വിളിക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനമാണ് പിറ്റേ ദിവസം. അപ്പോൾ അങ്ങനെ ഇയാളൊരു പാർട്ടിക്ക് തലേന്ന് രാത്രിയിൽ സന്ധ്യയ്ക്ക് സുഹൃത്തുക്കളെ എല്ലാം വിളിച്ച കൂട്ടത്തിൽ ഈ പറയുന്ന അരുൺ രാജിനെ കൂടി സന്തോഷ് വിളിച്ചു. അരുൺ രാജ് എത്തി. സന്തോഷും സജീഷും മറ്റു സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് മദ്യസൽക്കാരം അവിടെ നടന്നു. ഈ മദ്യസൽക്കാരം നടന്നപ്പോൾ ഇയാൾ അതിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ മദ്യപിച്ച ഒരേ ഒരാൾ ഈ പറയുന്ന അരുൺ രാജാണ്. അരുൺ രാജ് മദ്യപിക്കുന്നു എന്ന രീതിയിൽ ആ പാർട്ടിയിൽ പങ്കെടുക്കുകയും എന്നാൽ മദ്യം വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുകയും എന്നാൽ സന്തോഷിലേക്കും ബ്രിജേഷിലേക്കും കൂടുതൽ മദ്യം അവരുടെ ശരീരത്തിൽ എത്താനുള്ള കാരണക്കാരനായി മാറുകയും ചെയ്തു. ഈ പാർട്ടിയിൽ വെച്ച് തന്നെ പലതവണ പഴയതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന സന്തോഷിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞ ഒരാളാണ് അരുൺ രാജ് എന്നാണ് കേസിൻ്റെ ഒരു സാധനം. അതാണ് കോടതി ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കരുതിയത്. അയാളെ കൊലപ്പെടുത്താൻ വേണ്ടി വളരെ കൃത്യമായൊരു പ്ലാനിങ് നടപ്പാക്കി, പ്ലാൻ ഇട്ടു, സ്കെച്ചിട്ട് പ്ലാൻ ഇട്ട് നടപ്പാക്കി. അതും ഒരേ ഒരാൾ മാത്രം നടപ്പാക്കിയ ഒരു കൊലപാതകം എന്ന രീതിയിലാണ്. ഒരേ ഒരാൾ തന്നെ പ്ലാൻ ഇടുന്നു, അയാൾ തന്നെ ഇത്രയും പ്ലാനുകൾ പിന്നെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് 2 പേരെ കൊലപ്പെടുത്തുന്നു. കോടതി വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കടുത്തൊരു ശിക്ഷ ഇയാൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മദ്യസൽക്കാരം ഏതാണ്ട് 10 മണിക്ക് ശേഷവും നീണ്ടുപോയി. 10 മണിയോട് കൂടി പലരും പിരിഞ്ഞു. കാര്യം പലരും മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലുള്ള പലരും പിരിഞ്ഞു.
ഇവരുടെ ഈ സജീഷിനും സന്തോഷിനും ഒപ്പം ഉണ്ടായിരുന്ന സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളെ ഈ പറയുന്ന അരുൺ രാജ് തന്നെ ഏർപ്പാടാക്കി മദ്യപിച്ച് ലക്ക് കേട്ട മറ്റുള്ളവരെ കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞും വിട്ട ശേഷമാണ് ഈ പ്ലാൻ നടപ്പാക്കുന്നത്. പ്ലാൻ നടപ്പാക്കുക എന്ന് പറയുന്നത് വീടിൻ്റെ പിൻഭാഗത്ത് സൂക്ഷിച്ചിരുന്ന ജാക്ക് ഹാമർ, അത് പാറ തുളയ്ക്കുവാൻ വേണ്ടിയൊക്കെ തകർക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ആയുധം ഹാമർ എടുത്ത് ഇയാൾ പ്രയോഗിച്ചു. ഇയാളിത് എടുത്തുകൊണ്ട് വന്ന് ആദ്യം ബ്രിജേഷിനെ അടിച്ചു വീഴ്ത്തി. ഈ സജീഷിനെ അടിച്ചു വീഴ്ത്തി. സജീഷിനെ അടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ഈ പറയുന്ന സന്തോഷിനെ ആക്രമിക്കുന്നത്. സജീഷിനെ ഈ പറയുന്ന ഇതിൻ്റെ അടികൊണ്ട് സജീഷിൻ്റെ തലയോട്ടി അകത്ത് പൊട്ടൽ വന്ന് രക്തസ്രാവം പെട്ടെന്നുണ്ടാവുകയും ഇന്റേണൽ ബ്ലീഡിങ് തലച്ചോറിൽ പെട്ടെന്നുണ്ടാവുകയും അയാളുടെ ബോധം അപ്പോൾ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അയാൾ അവിടെ കിടന്ന് മരണപ്പെട്ടു. ഇയാളോടുള്ള മരണം ഉറപ്പാക്കുക എന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സന്തോഷിനെ അടിച്ചു വീഴ്ത്തി എന്ന് മാത്രമല്ല, ഇയാളൊരു ചെറിയ വാളിൻ്റെയും പകുതിയായിട്ടുള്ള കടാരയ്ക്കേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ആയുധം ഇയാൾ കൊണ്ടുവന്നിരുന്നു ഇടുപ്പിൽ. ഈ ഇടുപ്പിൽ കൊണ്ടുവന്ന ആയുധം കൊണ്ട് ഇയാൾ ഈ പറയുന്ന സന്തോഷിൻ്റെ കഴുത്തിന് പിൻഭാഗത്ത് ഈ ഭാഗം അറത്തു. അങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചത്, അതായത് സന്തോഷിൻ്റെ മരണം സംഭവിച്ചത്. ഇതിന് ശേഷം ഇയാൾ മണിക്കൂറുകളോളം അവിടെ ഉണ്ടായിരുന്നു. ഇതും കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയ ഇയാൾ പിറ്റേ ദിവസം രാവിലെ 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാവിലെ ഇയാൾ നേരെ മാറാനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. മാറാനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നതും വളരെ വലിയ പ്രത്യേകതയാണ്. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാളൊരു ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കഥ. ഇതെല്ലാം ശേഷം അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പോലീസുകാർ നിൽക്കവേ അതിൻ്റെ നടുക്കൂടി കയറി ചെന്ന് ഇയാൾ ഈ വിവരം ഈ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതും കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ പോലീസിന് യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ ഈ കേസിൽ വേണ്ടി വന്നില്ല. സാധാരണ പ്രതികളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയുധം അത് ഒളിപ്പിക്കും. ഒരു ആയുധം കണ്ടെത്തിയില്ലെങ്കിൽ കേസ് കുറേയൊക്കെ പിടിച്ചു വയ്ക്കാൻ സാധിക്കും. പിന്നെ കൊലപാതകത്തിൻ്റെ മോട്ടീവ് കൃത്യമായി പറഞ്ഞു കൊടുക്കാതിരിക്കുക. എന്നെ മധ്യസ്ഥക്കാരെ പാർട്ടിയിൽ വെച്ച് അവരെ ആക്രമിച്ചു, രക്ഷ നേടാൻ വേണ്ടി തിരിച്ച് സ്വയം പ്രതിരോധം തീർത്തു. പറഞ്ഞത് ഞാൻ കൊന്നു എന്നാണ്. സാധാരണ പ്രതികളൊക്കെ ഇത്തരത്തിലുള്ള പ്ലാനുകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പ്രതികൾ പറയുന്നൊരു കാര്യമാണിത്. അതായത് ഒരു മദ്യപാന സൽക്കാര പാർട്ടി, ഇപ്പം ഈ ചില സംഘർഷങ്ങളുണ്ട്. ചില സംഘർഷങ്ങൾ ഞാനിത് പറഞ്ഞു കൊടുത്താൽ എന്താവുമെന്ന് എനിക്കറിയില്ല. ബാറിൽ നടക്കുന്ന സംഘർഷം, ബാറിൽ രണ്ട് കൂട്ടർ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യമായ അക്രമ സംഭവം നടന്നാലും അതിന് കുറേയൊക്കെ പിടിച്ചു നിൽക്കാൻ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകന് സാധിക്കും. ബാറിലുണ്ടായ കശപിശ എതിർഭാഗം മദ്യപിച്ച് ലക്ക് കെട്ടി ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇവർ പ്രതിരോധം തീർത്തപ്പോൾ ഉണ്ടായതാണ് എന്ന് പറയുവാനൊക്കെ ശ്രമിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ബാറിലുണ്ടാകുന്ന കശപിശയിൽ ആരും സാക്ഷി പറയാനുണ്ടാവാറില്ല. ബാറുകാർ സാക്ഷി പറയാൻ വരില്ല. അവർ സാക്ഷിമൊഴിയൊക്കെ ഒപ്പിട്ട് കൊടുക്കും, പക്ഷേ അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. പിന്നെ ഒരു ബാറിലും സ്ഥിരമായി സ്റ്റാഫുകൾ ഉണ്ടാവാറില്ല. അവർ മാറി പൊക്കൊണ്ടേയിരിക്കും. അവരാരും ഈ പറയുന്ന പോലെ സാക്ഷി പറയാൻ വേണ്ടി വരില്ല. പിന്നെ ഈ ബാറിൻ്റെ മുതലാളിയോ ബാറിൻ്റെ മാനേജറോ ഒന്നും വരത്തുമില്ല. അവർക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. പിന്നെ എല്ലാ കാലത്തും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലല്ലോ ഈ കേസിലിരിക്കുന്നത്. ഒരു SI ആണെങ്കിലും CA ആണെങ്കിലും അവർക്കൊരു ഇത്ര കാലാവധി പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അവർ സ്ഥലം മാറിപ്പോവും. പിന്നെ അവർ ഈ കേസിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരികയുള്ളൂ. അവർക്ക് പിന്നെ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അവർ കടിച്ചാൽ മാത്രമേ നമുക്ക് വിഷമേൽക്കൂ. അവർ കടിച്ചാൽ വിഷമേൽക്കണമെങ്കിൽ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് വിഷമേൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സ്വാധീനമുള്ള ആളായിരിക്കണം ഈ ഇരിക്കുന്ന സ്റ്റേഷനിലെ പുതിയ SHO, അല്ലെങ്കിൽ പിന്നെ കാര്യം നിലനിൽക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരാരും സാക്ഷി പറയാൻ പോകില്ല. അങ്ങനെയാണ് പല അക്രമങ്ങളും തെളിയപ്പെടാതെ പോകുന്നത്. പക്ഷേ ഇവിടെ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കുറ്റവും പൂർണ്ണമായും ഏറ്റു. കോടതിയിൽ അയാൾ ചെയ്തില്ല എന്ന് പറഞ്ഞു, സ്വാഭാവികമായി അഭിഭാഷകൻ പറയുന്നതാണ്. പക്ഷേ അയാൾ എല്ലാ തെളിവും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും താൻ ചെയ്തു, അതിൽ ഇപ്പോഴും പ്രതി ചെയ്ത പ്രവൃത്തിയിൽ കുറ്റബോധം ഇല്ലാത്ത ആളാവുന്നതിനാൽ ഇയാളെ 25 വർഷത്തേക്ക് പുറത്തുവിടരുത് എന്നാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയുടെ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. പരോള് കൊടുക്കാൻ പാടില്ല. ഇയാളുടെ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെ ആണ് എന്നും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ നോട്ട് ചെയ്തൊരു കേസ് ഞാൻ പറയാം, ശ്യാംജിത്തിൻ്റെ കേസ്. ശ്യാംജിത്തിൻ്റെ കേസിലെ ജീവിതാവസാനം ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണെന്ന് ആ കേസിൻ്റെ വിധിയിലെ 69ാമത്തെ പേജാണെന്ന് തോന്നുന്നു, അതിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്.
ഇവിടെയും നിഷ്കർഷിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു പഴയ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിധിന്യായവും വന്നിരിക്കുന്നത്. തൽക്കാലം പുറത്തേക്ക് ഇയാൾ ഇറങ്ങണ്ട എന്നുള്ളതാണ് കാര്യം. പ്രതിക്ക് കുറ്റബോധമില്ല. പ്രതിക്ക് കുറ്റബോധമുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അതൊരു എക്സ്ക്യൂസാണ്. പ്രതിക്ക് മാനസാന്തരം വന്നിരിക്കുന്നു, പ്രതിയുടെ പ്രായം, ഇതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. പ്രതി മുൻപ് പ്രീവിയസ് ഹിസ്റ്ററി, ഇത്തരം സാഹചര്യമൊക്കെ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല, പ്രായം, മനസാന്തരം വന്നു, ചെയ്തത് തെറ്റായിപ്പോയി, പശ്ചാത്തപിക്കുന്നു, റിഗ്രറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു എക്സ്ക്യൂസായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന, ഏറ്റവും അവസാന ഘട്ടത്തിൽ ശിക്ഷ കിട്ടും എന്നുള്ള ഉറപ്പാകുമ്പോൾ പ്രതിഭാഗത്തിന് വാദിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അമ്മ, അച്ഛൻ എന്നിവരുടെ രോഗം, അയാളെ ആശ്രയിക്കുന്ന പ്രായാധിക്യമുള്ളവർ, ഇയാളില്ലെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ എക്സ്ക്യൂസാണ്. അതുകൊണ്ടാണ് ചില കേസുകളിൽ പ്രതികൾ പറയുന്നത് പ്രായമായ അച്ഛനുണ്ട്, അല്ലെ പ്രായമായ അമ്മയുണ്ട്. ഉത്തരവാദ കേസിലെ പ്രതി പറഞ്ഞത് എൻ്റെ അച്ഛന് അതീവ ഗുരുതരാവസ്ഥയാണെന്നാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് പൂജപ്പുര ജയിലിൽ കൊടുത്തത് പരോളിന് വേണ്ടി. അതൊരു എക്സ്ക്യൂസാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരായുധമാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉപയോഗിക്കപ്പെട്ടില്ല. അതുകൊണ്ട് കടുത്ത ശിക്ഷ അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കേരളം കണ്ട കൊലപാതകങ്ങളിലെ വളരെ സീരിയസ് ആയിട്ടൊന്നായിരുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ക്രൈം കുറവായിരുന്നു. എല്ലാത്തിനെയും പിടിച്ച് വീട്ടിനകത്ത് അടച്ചിട്ടതുകൊണ്ട് ഒരുത്തനെയും കാര്യമായി കൊല്ലാൻ പറ്റിയില്ല. അങ്ങനെ കൊന്നൊരു കേസാണ്, ആളിക്കത്തിയ കേസുകളിലൊന്നാണ് ഈ പറയുന്ന 2021 ഓഗസ്റ്റ് 14 രാത്രി 10:45 മാറാനല്ലൂർ ഇരട്ടക്കൊലക്കേസ്.